ഹലോ ഗൈസ്, പുതിയൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫോറക്സ് ട്രേഡിനെ കുറിച്ചാണ്. അതായത് ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന MT5 എന്ന ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. സോ കുറേ ആളുകൾ കമൻറ്റിലായിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടും ചെയ്തിരുന്നു MT5 എങ്ങനെ ട്രേഡ് എടുക്കാം, അതുപോലെ തന്നെ അക്കൗണ്ട് എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ. സോ MT5 കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണ് എന്തെങ്കിലും കാർഡിൽ ആ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഷോർട്ടായിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ 4 ഫോറക്സ് മാർക്കറ്റുകളാണുള്ളത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിലും അടങ്ങിയിട്ടില്ല. അതായത് സ്റ്റാർട്ടിങ് ടൈം, എൻഡിങ് ടൈം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഫോറക്സ് മാർക്കറ്റ് ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വീഡിയോയിലാണ് അതെല്ലാം പെട്ടിട്ടുള്ളത്. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനി ഫോറക്സ് ട്രേഡ് നിങ്ങൾക്കൊരു ബ്രോക്കറെ ചൂസ് ചെയ്യണം. അത് ഇനിയും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരു അക്കൗണ്ട് നിങ്ങൾ ഫോറക്സിൽ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ആൽപാരി എന്ന ഈ ഒരു ഫോറക്സ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ. സോ നിങ്ങൾ ഇനിയും അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ INR ഒക്കെ സിമ്പിളായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. UPI, ബാങ്ക് ട്രാൻസ്ഫർ ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. മാത്രമല്ല FX ടീമിൻ്റെ ഒരു മദർ കമ്പനി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വിശ്വസിക്കാൻ പറ്റിയ ഒരു ബ്രോക്കർ തന്നെയാണ്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മളുടെ ബൂസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ മാക്സിമം ഫോളോ ചെയ്യുക. സോ ഇനി ഞാൻ MT5 ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. പ്ലേ സ്റ്റോറിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. MT5 ആപ്ലിക്കേഷൻ എന്താണ് എന്ന് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞൊരു ബ്രോക്കറെ നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. മാത്രമല്ല ഒരു ട്രേഡിംഗ് ആപ്ലിക്കേഷനും യൂസ് ചെയ്യണം. ഞാനിവിടെ MT5 കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ ഒരു MT5 നിങ്ങളുടെ ബ്രോക്കർ അക്കൗണ്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ട്രേഡ് എടുക്കേണ്ടത്. MT5 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് ആണ് വരിക. ഇവിടെ കോഡ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മുകളിലുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ മുകളിൽ തന്നെ നിങ്ങളുടെ മാനേജ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഞാനിവിടെ ഒരു അക്കൗണ്ട്, അതായത് ഒരു ഡെമോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു MT5 തന്നെ ഡെമോ അക്കൗണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ റിയൽ അക്കൗണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ അക്കൗണ്ട് ഇതിൽ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. മുകളിലുള്ള ആ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ ഫൈൻഡ് ബ്രോക്കർ എന്നുള്ളൊരു സെർച്ച് ബാറും കാണാൻ പറ്റും. അവിടെ നിങ്ങളുടെ ബ്രോക്കറെ നിങ്ങൾ സെർച്ച് ചെയ്യണം. ഇവിടെ നോർമൽ XNS ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ FX ടീമും സെർച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലാതെ നിങ്ങളുടെ ബ്രോക്കറെ മുകളിൽ സെർച്ച് ചെയ്യണം. സോ ഞാൻ XNSലാണെന്നുണ്ടെങ്കിൽ XNS ഞാൻ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഉണ്ടോ ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആ ഒരു നമ്പേഴ്സ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് താഴെ കൊടുക്കണം. മസ്റ്റായിട്ട് നിങ്ങളുടെ സെർവർ നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ സെർവർ ഏതാണെന്നുള്ളത് ആദ്യം തന്നെ ഇവിടെ സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് സെലക്ട് ചെയ്യണം. അതിനുശേഷം താഴെയുള്ള ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. കോഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ XAUUST എന്നുള്ളതിന് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ BTC UST എന്നുള്ള 2 ഓപ്ഷൻ കാണാം. നോർമലി ഈ ഒരു XNS ക്രിപ്റ്റോയും അതുപോലെ തന്നെ ഫോറക്സിൽ ഗോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ബ്രോക്കറാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ BTC നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഫോറക്സ് ബ്രോക്കർ മാത്രമാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് അങ്ങനെയുള്ള ഫോറക്സിലെ കാര്യങ്ങൾ മാത്രമാണ് ട്രേഡ് എടുക്കാൻ പറ്റുകയുള്ളൂ. അതായത് കറൻസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. ചില ബ്രോക്കർ മാത്രമാണ് ക്രിപ്റ്റോയും ഫോറക്സിലെ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ MT5 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എങ്ങനെ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഞാനിവിടെ XAUSTയിൽ ഒരു ട്രേഡ് എടുത്തിട്ട് കാണിച്ചു തരാം. XAUST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ആണ്. അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് അതിലൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. അതിൽ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ട നോർമലി ഒരു ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്കൊരു ട്രേഡ് എടുക്കണം എന്ന് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. മുകളിൽ ഒരു സെൽ ആൻഡ് ബൈ ഓപ്ഷൻ വന്നിട്ടുണ്ടാകും. അതിൻ്റെ ക്വാണ്ടിറ്റിയും സെൻട്രൽ ഭാഗത്ത് കാണാൻ പറ്റും. 1 ലോട്ടാണ് ഇവിടെ കാണുന്നത്. സോ നിങ്ങൾക്ക് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒരു ബൈ ഓർഡർ എടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ബൈയിൽ ക്ലിക്ക് ചെയ്യുക. നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എൻ്റെ ബൈ ഓർഡർ അപ്പം തന്നെ പ്ലേസ് ആയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു പെട്ടെന്നൊരു ട്രേഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സോ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ട്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടെങ്കിൽ ഓപ്ഷൻ വരും. അതിൽ ക്ലോസ് പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോസ് വിത്ത് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് അവിടെ കാണിക്കുന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ആ ട്രേഡ് ക്ലോസ് ആയി. ഇനി അതിൻ്റെ ഹിസ്റ്ററി കാണണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള ആ ഒരു ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്ത് കേൾക്കണ്ടാവും. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും.
ഇനി ക്യൂഡ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിമ്പിൾസ്, അതായത് നിങ്ങളുടെ പെയറുകൾ ഇതിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. സോ അതായത് നിങ്ങൾക്ക് കൂടുതൽ പെയറുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് പറയുന്നത്. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻഡ് സിമ്പിൾസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് പെയറാണോ ആവശ്യമുള്ളത്, ഏത് സിമ്പിളാണോ ആവശ്യമുള്ളത് അത് സെർച്ച് ചെയ്താൽ മതി. ജസ്റ്റ് ഞാനൊരു ETH, അതായത് എതേറിയം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ടോ ETH UST എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് നമ്മുടെ മെയിൻ പേജിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്യുക. സോ പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എന്തായിട്ടുണ്ടാവും, ഇവിടെ ഉണ്ടാവും നമ്മളുടെ ആ ഒരു കോഡ്സിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഈ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മുടെ സിമ്പിൾസുകൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഞാൻ എൻ്റെ സിമ്പിൾസുകൾ കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്, അതായത് ആവശ്യമുള്ള കാര്യം മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ആവശ്യമില്ലാത്ത സിമ്പിൾസുകൾ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലുള്ള ഈ ഒരു പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷൻ കാണുന്നുണ്ടാവും, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സിമ്പിൾസുകളൊക്കെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. എക്സൈസ്റ്റിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് 1 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നിങ്ങളുടെ ഈ ഒരു 1 മിനിറ്റ് ചാർട്ട് 50 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്ക്രീനിൽ ടാപ്പ് ചെയ്താൽ കണ്ടോ ഇങ്ങനൊരു റൗണ്ട് വരും. ഇവിടെ കണ്ടോ 5 മിനിറ്റ് 50 മിനിറ്റ് 1 ഹവർ 4 ഹവർ 1 ഡേ ചാർട്ട് 1 വീക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ചിട്ട് മുകളിൽ ആ ഒരു മിനിറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നത് കാണാൻ പറ്റും. സോ ഇനി നമുക്ക് ഒരു ട്രേഡ് ഇങ്ങനെ പ്ലേസ് ചെയ്യാം, അതായത് പെട്ടെന്നൊരു ട്രേഡ് പ്ലേസ് ചെയ്യുന്ന കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു. ഇനി അതല്ല, നിങ്ങൾ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾ എൻട്രി പൊസിഷനും അതുപോലെ ക്രോസ് പൊസിഷനും കാര്യങ്ങളും പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും എല്ലാം തന്നെ കാൽക്കുലേഷൻ ചെയ്തിട്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സിഗ്നലൊക്കെ വാങ്ങുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിലെല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടാവും. അതായത് എൻട്രി പൊസിഷൻ, ക്ലോസ്, പ്രോഫിറ്റ്, സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രേഡ് പ്ലേസ് ചെയ്യേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ട്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സോ നിങ്ങളുടെ ബാലൻസ്, ഇക്വിറ്റി, ഫ്രീ മാർജിൻ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതിന് തൊട്ട് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ XAUSDയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതായത് ഗോൾഡ് വിത്ത് $US എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ റൈറ്റ് സൈഡിൽ ഒരു റൗണ്ട് കാണാൻ പറ്റും, ഒരു ഡോളറിൻ്റെ ചിഹ്നമൊക്കെ കൊടുത്തിട്ട് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു പേര് അവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം ഇവിടെ ആദ്യം തന്നെ ഈ ഒരു XAUSD എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഉദ്ദേശിച്ച പേര് തന്നെ അല്ലേ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. കണ്ടോ ഞാനിവിടെ BT സെലക്ട് ചെയ്തപ്പോൾ അവിടെ BT ആയിട്ട് മാറി. സോ നമ്മൾ ഗോൾഡ് ആണ് ട്രേഡ് എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗോൾഡ് XAUSD അവിടെ സെലക്ട് ചെയ്തു. അടുത്ത നോക്കാനുള്ളത് മാർക്കറ്റ് എക്സിക്യൂഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാം. സോ അതിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ട്രേഡ് എടുത്ത അതേ ഒരു രീതി തന്നെ ആവും വരിക. കാരണം ആ സ്പോട്ട് തന്നെ മാർക്കറ്റിൻ്റെ ആ ഒരു ഇപ്പോഴുള്ള ആ ഒരു മാർജിനിൽ തന്നെ ട്രേഡ് ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയല്ല ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇന്ന പ്രൈസിൽ എത്തുമ്പോഴാണ് ട്രേഡ് എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടെ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബൈ ലിമിറ്റ് ആൻഡ് സെല്ല് ലിമിറ്റ് എന്ന് കാണാം. സോ നമുക്ക് ബൈ ആണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സോ ഞാനിവിടെ ബൈ ലിമിറ്റ് സെലക്ട് ചെയ്തു. എനിക്ക് ബൈ ആണ് എടുക്കേണ്ടത്, അതായത് മുകളിലോട്ട് പോയാലാണ് പ്രോഫിറ്റ് കിട്ടേണ്ടത്. ഇനി അടുത്ത നോക്കാനുള്ളത് നിങ്ങൾ അതിന് തൊട്ട് താഴെ ലോട്ട് സൈസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അവിടെ കണ്ടോ നോർമലി 1 ലോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1 ലോട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് ആവും അവിടെ ലഭിക്കുന്നത്. സോ പ്രോഫിറ്റ് കിട്ടിയാൽ നമ്മൾ ഹാപ്പിയാണ്, പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാഷ് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ 0.01 ലോട്ടാണ് ഫോറക്സിലെ ഏറ്റവും മിനി ലോട്ട് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുക, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് 0.01 ലോട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്യാം. സോ ഞാൻ 0.1 ലോട്ടാണ് സെലക്ട് ചെയ്തത്, കാരണം ഇതെൻ്റെ ഡെമോ അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അതിന് തൊട്ട് താഴെ നിലവിലെ ബൈയും പ്രൈസും സെല്ല് പ്രൈസും അവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവിടെ പ്രൈസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് പ്രൈസിൽ എത്തുമ്പോഴാണ് ഈ ഒരു ട്രേഡ് ഓപ്പൺ ആവേണ്ടത്, അതായത് ഓട്ടോമാറ്റിക്കലി ഏത് പ്രൈസിൽ എത്തുമ്പോഴാണ് ഓപ്പൺ ആവേണ്ടത് എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങളൊരു സിഗ്നൽ വാങ്ങുന്ന വ്യക്തിയാണെങ്കിൽ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അതല്ല നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള ഒരു ട്രേഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ ആ ഒരു ട്രേഡ് എവിടെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഒരു പ്രൈസ് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. നോർമലി ഞാൻ എന്ത് ചെയ്തു, ഒരു $4081 ആകുമ്പോൾ പ്ലേസ് ചെയ്യണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു അവിടെ കൊടുത്തു. അതിനുശേഷം ഇവിടെ SL എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രയിൽ എത്തുമ്പോഴാണ് ആവേണ്ടത്, സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ആ ഒരു നഷ്ടം എത്രയിലാണ് പോവേണ്ടത് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേഷൻ വെച്ചിട്ടുണ്ടാവും. ആ ഒരു എമൗണ്ട് ഇവിടെ കൊടുക്കുക. ഞാൻ 4 പോയിൻ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
സോ 4095 ഞാൻ പ്രോഫിറ്റും ബുക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പം ഈ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്നുകൂടെ ചെക്ക് ചെയ്തതിന് ശേഷം പ്ലേസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ട്രേഡ് എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ട XAUSD ബൈ ലിമിറ്റ് പ്ലേസ്ഡ് എന്നുള്ള ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അതായത് ആ ഒരു ട്രേഡ് ഓപ്പൺ ആയിട്ടില്ല, പക്ഷേ ആ ഒരു സമയം, അതായത് നമ്മൾ കൊടുത്ത ഒരു എൻട്രി പോയിന്റ് ആകുമ്പോൾ ഓപ്പൺ ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ ബൈ ലിമിറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അവിടെ എത്തുമ്പോഴാണ് ബൈ ആവേണ്ടത്. സോ നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണിക്കുന്നുണ്ട്. പ്രോഫിറ്റ് പിന്നെ ഓൾറെഡി മുകൾ ഭാഗത്താണ്, അതുകൊണ്ട് തന്നെ അത് അതിൽ കാണിക്കുന്നില്ല. സോ നമ്മൾ നോർമലി ബൈ ചെയ്ത എമൗണ്ടിനേക്കാളും കൂടുതലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്ന് ഈ ഒരു പ്രൈസ് ടച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് അവിടെ നിന്നൊരു ബൈ ഓർഡർ ലിമിറ്റ് പ്ലേസ് ആവുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് അവിടെ എത്തിയതിന് ശേഷം റെക്കോർഡിങ്ങിൻ്റെ ആ ഒരു വീഡിയോ നമുക്ക് നോക്കാം. സോ കണ്ടോ മാർക്കറ്റ് അവിടെ ടച്ച് ചെയ്തു, പെട്ടെന്ന് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് നമ്മളുടെ എൻട്രി പോയിന്റ് ടച്ച് ചെയ്തു. ഇവിടെ കണ്ടോ ബൈ 0.01 അവിടെ മൈനസ് ആയിട്ട് കാണാൻ പറ്റും, കാരണം മാർക്കറ്റ് താഴേക്കാണ് പോകുന്നത്. ട്രേഡ് എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ട മുകളിൽ തന്നെ ടോട്ടൽ നമ്മുടെ ഈ ഒരു ട്രേഡിൻ്റെ എല്ലാ ട്രേഡിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ബാലൻസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ 10,364 അതായത് അത്രയും ബാലൻസ് ആണ് ഓൾറെഡി എൻ്റെ ട്രേഡ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ അതിന് തൊട്ടതായ കണ്ടോ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസും നമ്മുടെ ബാലൻസിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ലോസ് ആവാം, ചിലപ്പം നമ്മുടെ ബാലൻസിനേക്കാളും കൂടുതലാവും. കാരണം നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ കൂടുതലാവും കാണിക്കുക. അതായത് നമ്മളുടെ ആ ഒരു സമയത്തുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഈക്വൽ ചെയ്തിട്ടാവും ഇക്വിറ്റിയിൽ കാണിക്കുക. സോ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ലോട്ട് എടുത്തിട്ടുണ്ട്, 1 ആയാലും അല്ലെങ്കിൽ 10 ലോട്ടായാലും ശരി, ആ ടോട്ടൽ ലോട്ടിൻ്റെ എത്ര എമൗണ്ട് ആണ് ആ ടോട്ടൽ ലോട്ടിന് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിന് തൊട്ടതായുള്ള ഫ്രീ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര ഡോളറിന് നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റും, അതായത് 10,300 സംതിങ് ഡോളറിന് ഇനിയും എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മാർജിൻ ലെവൽ എന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഇക്വിറ്റി, അതായത് ഇക്വിറ്റിയിലുള്ള ബാലൻസിന് അതുപോലെ നമ്മുടെ ലോസിനെയും പ്രോഫിറ്റിനെയൊക്കെ നോർമലി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കണക്കാണ് മാർജിൻ ലെവൽ എന്ന് പറയുന്നത്. സോ മാർജിൻ ലെവൽ ഏകദേശം ഒരു 60% കാണിക്കുമ്പോൾ തന്നെ ഒരു റെഡ് അലേർട്ട് കാണിക്കും. അതായത് നിങ്ങളുടെ ഫണ്ട് മൊത്തത്തിൽ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള ഒരു അലേർട്ടൊക്കെ കാണിക്കും. സോ അത്രയും കാര്യങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ ട്രേഡ് കണ്ടോ ലോസിൽ ഇങ്ങനെ പ്ലേസ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി കണ്ടോ ആ ഒരു സമയം, അതായത് നമ്മുടെ ആ സ്റ്റോപ്പ് ലോസിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണോ. ആ സ്റ്റോപ്പ് ലോസ് എത്തിയപ്പോൾ എന്തായി, ടോട്ടലി ആ ഒരു സ്റ്റോപ്പ് ലോസിൽ അത് ഹിറ്റ് അടിച്ചു. ഇനി അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെ നോക്കേണ്ടത്, താഴെയുള്ള ഒരു ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ട്രേഡ് എന്തായി, നോർമലി $40 എന്തായി ലോസ് ആയി പോയി. അത് നമ്മളവിടെ നേരത്തെ സ്റ്റോപ്പ് ലോസ് വെച്ചത് കൊണ്ടാണ്. ഇനി സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം അതിനേക്കാൾ കൂടുതൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഈ ലോസിനെല്ലാം റിക്കവർ ചെയ്തിട്ട് മുകളിലോട്ട് പോകാനും സാധ്യത ഉണ്ട്. സോ 2 സാധ്യത അവിടെ മുന്നിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ട്രേഡ് എടുക്കാനായിട്ട്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ വലിയ ക്വാണ്ടിറ്റി ഒന്നും ട്രേഡ് എടുക്കാൻ നിൽക്കണ്ട. ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതല്ല വലിയ ക്വാണ്ടിറ്റിയിലോട്ട് വലിയ ലോട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും സ്റ്റോപ്പ് ലോസ് നിങ്ങൾ വെക്കണം. അതല്ലാതെ നിങ്ങളുടെ ഫണ്ട് എന്തായാലും പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഞാൻ ലോട്ടിൻ്റെ ഒരു ഡിഫറൻറ്റ് കാണിച്ചു തരാം. അതായത് നമ്മളുടെ ഹിസ്റ്ററിയിൽ വന്നു കഴിഞ്ഞാൽ ഒരേ സമയത്ത് ഞാൻ ട്രേഡ് എടുത്ത 3 ലോട്ട് ഡിഫറെൻറ്റ് ലോട്ടിൻ്റെ പ്രോഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ ഒരു 0.01 ലോട്ട് എടുത്തു, അതുപോലെ തന്നെ 0.1 ലോട്ട് എടുത്തു, അതുപോലെ 1 ലോട്ട് എടുത്തു. നോർമലി 0.01 ലോട്ടിന് എനിക്ക് $2 വരുന്നത് മാർജിൻ വരുന്നത്. 0.1 ലോട്ടിന് ഏകദേശം $21 അടുത്താണ് വരുന്നത്. 1 ലോട്ടിന് ഏകദേശം $210 അടുത്താണ് എൻ്റെ ഈ ഒരു ബ്രോക്കർ എനിക്ക് പ്ലേസ് ചെയ്യാൻ തരുന്നത്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സെയിം ആ ഒരു എൻട്രിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4073 സംതിങ് ആണ്, 4073 സംതിങ് ആണ്, 4073 സംതിങ്ങിലാണ് 3 ലോട്ട് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. 4076.48, അതായത് സെയിം ആ ഒരു റൈറ്റ് തന്നെയാണ് ഞാൻ 3ഉം സെല്ല് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ 3ൻ്റെയും പ്രോഫിറ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് 0.01 ലോട്ടിൽ എനിക്ക് $2.66 പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ളത്. അതേ സ്ഥാനത്ത് 0.1 ലോട്ടിൽ എനിക്ക് ലഭിച്ചതോ 27.44. ഇനി മറ്റൊരു ലോട്ട് നിങ്ങൾ നോക്കിയേ, അതായത് 1 ലോട്ടിന് എനിക്ക് ലഭിച്ചതോ $259.80. അതായത് ഏകദേശം ഒരു 20,000-ന് മുകളിൽ പ്രോഫിറ്റാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. സോ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഈ ഒരു പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു. ഇവിടെ കണ്ടോ 0.01 ലോട്ടിന് $2.66 കിട്ടിയ സ്ഥാനത്ത് 1 ലോട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ $259 പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും.
അപ്പോൾ ഇതാണ് ലോട്ടിൻ്റെ ആ ഒരു ഡിഫറെൻറ്റ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോഫിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിൽക്കരുത്. കാരണം ഈ ഒരു അവസ്ഥ ലോസിൽ വന്നു കഴിഞ്ഞാൽ ഇതേ എമൗണ്ട് എന്താവും, ലോസിലോട്ട് പോകും. നിങ്ങൾ മാക്സിമം ട്രേഡ് എടുക്കുമ്പോൾ പ്രോഫിറ്റിനെ മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്തെടുക്കരുത്, ട്രേഡ് എടുക്കരുത്. നിങ്ങളുടെ ക്യാപിറ്റൽ എപ്പോഴും സേഫാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ അതിനെ ഒരു സേഫ് സോണിൽ എത്തിച്ചതിന് ശേഷം മാത്രം പ്രോഫിറ്റ് കൂടുതൽ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ട് പോകും. സോ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് ഫോറക്സിൽ ഇങ്ങനെ ഒരു സംഭവം. കാരണം നമ്മൾ എടുത്ത ട്രേഡ് തന്നെ വീണ്ടും വീണ്ടും പ്ലേസ് ചെയ്തിട്ട് ആ ഒരു ഉള്ള ക്യാഷും പോകുന്നൊരവസ്ഥ അതെല്ലാവർക്കും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. സോ ഇനി പറയാൻ പോകുന്നത്, ഒരു ട്രേഡ് നോർമലി പ്ലേസ് ചെയ്തു. കണ്ടോ, ഞാനിവിടെ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. 1 ലോട്ടിൽ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. ഈ ഒരു ട്രേഡിന്, അതായത് ഓൾറെഡി നമ്മൾ പെട്ടെന്ന് എടുത്ത ഈ ഒരു ട്രേഡിന് സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, നോർമലി ഈ ഒരു ട്രേഡ് പ്രോഫിറ്റിലോട്ടാണ് പോകുന്നത്. പെട്ടെന്ന് കണ്ടോ ആ ഒരു ട്രേഡ് കണ്ടോ താന്നു. അതായത് ഇത് നമുക്ക് ആ ഒരു ലോസിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. $200-300 പെട്ടെന്ന് തന്നെ ലോസ് ആവുന്നുണ്ട്. സോ 1 ലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഡെമോ അക്കൗണ്ടാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ക് എടുക്കരുത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി ഇതിന് സ്റ്റോപ്പ് ലോസ് അതുപോലെ പ്രോഫിറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഈ ഒരു ട്രേഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ നോർമലി ഇപ്പം നിലവിലുള്ള ആ ഒരു ട്രേഡ് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ മോഡിഫൈ പൊസിഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ SL ആൻഡ് TP എന്നുള്ള 2 ഓപ്ഷൻ കാണാം. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എത്രയിലാണോ എന്നുള്ളത് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ TP എത്രയിലാണോ എന്നുള്ളത്, അത് ടേക്ക് പ്രോഫിറ്റ് എത്രയിലാണോ ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി പ്രോഫിറ്റും ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെയുള്ള മോഡിഫൈ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമ്മൾ നിലവിലെ ട്രേഡിന് എന്തായി, സ്റ്റോപ്പ് ലോസും പ്രോഫിറ്റും ബുക്ക് ചെയ്തു. ഇവിടെ കണ്ടോ നമ്മളുടെ ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ TP എന്നുള്ള ഭാഗത്ത് ഒരു ലൈന് പോയിട്ടുണ്ടാവും. എൻട്രി പ്ലേസിലൊരു ബ്ലൂ ലൈന് പോയിട്ടുണ്ടാവും. സ്റ്റോപ്പ് ലോസിലൊരു താഴ്ഭാഗത്ത് ലൈനും കാണാം. ഇനി ഈ ഒരു എൻട്രി പൊസിഷനിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ടച്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രോഫിറ്റിൽ ബുക്ക് ആവും. താഴോട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ എന്താവും, ആ ഒരു നഷ്ടത്തിൽ ട്രേഡ് ക്ലോസ് ആവും. സോ ട്രേഡ് മുകളിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. നോർമലി കണ്ടോ ലൈവായിട്ട് തന്നെ ആ ഒരു പ്രോഫിറ്റിൽ ടച്ച് ചെയ്തപ്പോൾ എന്തായി, അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ കട്ടായി. ഹിസ്റ്ററി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ട്രേഡിന് $295 ഇവിടെ പ്രോഫിറ്റ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 27,000-28,000 രൂപയോളം ഒരു വാല്യൂ ഉണ്ടാവും. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു MT5നെ കുറിച്ച് പറയാനുള്ളത്. എങ്ങനെ ട്രേഡ് എടുക്കാം, എങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ഇതിൽ ഓപ്പൺ ചെയ്യാം. സോ ഡെമോ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യാനും സിമ്പിളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. സിമ്പിളായിട്ട് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിലോട്ട് ആരും എന്ത് ചെയ്യരുത്. നിങ്ങളൊരു കടം വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടൊന്നും ട്രേഡ് ചെയ്യാൻ ആരും ശ്രമിക്കരുത് എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണോ അത് വെച്ചിട്ട് മാത്രം നിങ്ങൾ ഒരു ട്രേഡിങ്ങിൻ്റെ എല്ലാ മെത്തേഡും അറിഞ്ഞതിന് മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഓവർ കോൺഫിഡൻറ്റോ അതുപോലെ തന്നെ ഓവർ ട്രേഡോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഫോറക്സിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. സോ സ്റ്റോപ്പ് ലോസ് വെക്കാതെയും നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത്. ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് എപ്പോഴും പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡർ ആവാൻ ചുരുങ്ങിയ സമയം മാത്രം മതി. ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതെല്ലാം നിങ്ങൾ പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ Instagram ID ഒക്കെ ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു ദിവസമായിട്ട് കാണാം.